ഡിയർ സ്റ്റുഡൻസ്, എസ് കെ പൊറ്റക്കാടിൻ്റെ ദി ഗിഫ്റ്റ് എന്ന കഥയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തിങ്കിങ് ഓഫ് ലിവിങ് ബൈ ദി വെരി നെക്സ്റ്റ് ബസ് ഐ സ്റ്റാർട്ടഡ് മൂവിങ് അവേ ഫ്രം ദി മാൻ. തിങ്കിങ് ഓഫ് ലിവിങ്, പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, ബൈ ദി നെക്സ്റ്റ് ബസ്, വെരി നെക്സ്റ്റ് ബസ്, തൊട്ടടുത്ത ബസ്സിൽ തന്നെ എന്നാൽ പോകണം. ഐ സ്റ്റാർട്ടഡ് മൂവിങ് അവേ ഫ്രം ദി മാൻ, ഞാൻ ആ വ്യക്തിയിൽ നിന്ന് അകലാൻ തുടങ്ങി, അവിടെ നിന്ന് നടന്ന് പോവാൻ തുടങ്ങി. സഡൻലി ഐ റിമെമ്പേർഡ്, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, ദാറ്റ് സെമിത്തേരീസ് വുഡ് ബി ക്ലോസ്ഡ് അറ്റ് സൺസെറ്റ്. ആ സെമിത്തേരി, ആ പ്രൊട്ടസ്റ്റന്റ് സെമിത്തേരി അവിടെ എന്ത് ചെയ്യും, സൺസെറ്റ് ആകുമ്പോഴേക്ക് ക്ലോസ് ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നു. നോട്ട് ഷുവർ ഓഫ് വാട്ട് ടു ഡു നെക്സ്റ്റ്, ഇനി എന്താണ് അടുത്ത് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് അറിയാതെ ഐ സ്റ്റുഡ് ദെയർ, ഞാൻ അവിടെ നിന്നു, ഫോർ എ വൈൽ, ഒരു നിമിഷ നേരം. ക്വൈറ്റ് എ ഫ്യൂ പീപ്പിൾ, their faces and sad and somber, armed with bouquet and flowers to be offered to the memory of their near and dear, kept going into the cemetery. Quite a few people, എന്നാൽ വളരെ കുറച്ച് ആളുകൾ, their faces, അവരുടെ മുഖം, sad and somber, വളരെ നിർഭാഗ്യകരവും അതുപോലെ തന്നെ വളരെ സങ്കടത്തിലുമാണ്. ആംഡ് വിത്ത് ബൂക്കെ ആൻഡ് ഫ്ലവേഴ്സ്, അവരുടെ കൈകളിൽ ബൊക്കയും അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഉണ്ട്. ടു ബി ഓഫേർഡ്, അത് അവർ സമർപ്പിക്കാനായിട്ട്, ഓഫ് ദി മെമ്മറി, അവരെ ഓർമ്മയിൽ, അവരെ ഓർമ്മയ്ക്ക് മുമ്പിൽ അവർ സമർപ്പിക്കാനായിട്ട്, ഓഫ് ദെയർ നിയർ, അവരുടെ വളരെ അടുത്ത ആളുകൾക്കും, ആൻഡ് ഡിയർ, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്കും അവരെ ഓർമ്മയ്ക്കായിട്ട് അവർ സമർപ്പിക്കാനായിട്ട്, അവരുടെ കയ്യിൽ ബൊക്കയും അതുപോലെ തന്നെ പൂക്കളുമായിട്ട് വളരെ സങ്കടത്തോടെ, വളരെ നിർഭാഗ്യവന്മാരായിട്ടാണ് അവരുടെ മുഖം കാണപ്പെടുന്നത്. അവർ കെപ്റ്റ് ഗോയിങ് ഇൻ ടു ദ സെമിത്തേരി, അവർ സെമിത്തേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു കാഴ്ചയാണ് അദ്ദേഹം അവിടെ നോക്കി നിൽക്കുന്ന സമയത്ത് കാണാൻ സാധിച്ചത്. ഐ പീപ്ഡ് ഇൻ ത്രൂ ദി ഡോർ ദാറ്റ് വാസ് അജാർ. ഐ പീപ്ഡ് ത്രൂ ദി ഡോർ, ഞാൻ ആ വാതിലിലൂടെ, ഗേറ്റിലൂടെ എത്തി നോക്കി. ദാറ്റ് വാസ് അജാർ, അത് പാതി തുറന്ന് കിടക്കുകയാണ്, പാതി തുറന്നിട്ടിരിക്കുകയാണ്. ദി കാം ആൻഡ് ദി സ്പ്രെഡ് ഔട്ട് സെറ്റിംഗ് ഓഫ് ദി സെമിത്തേരി അട്രാക്റ്റഡ് മീ. ശാന്തമായതും പരന്നു കിടക്കുന്നതുമായ ഒരു അന്തരീക്ഷമുള്ള ആ സെമിത്തേരി അട്രാക്റ്റഡ് മീ, എന്നെ ആകർഷിച്ചു. ഇറ്റ് സീംഡ് ആസ് ഈഫ് ദി സെമിത്തേരി വാസ് ദി ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത്. ഇറ്റ് സീംഡ് ആസ് ഈഫ് ദ സെമിത്തേരിയെ അദ്ദേഹത്തിന് തോന്നിയത് വാസ് ദ ബ്രൈഡൽ റൂം ഓഫ് ഡെത്ത്, മരിച്ചവരുടെ ബ്രൈഡൽ റൂമായിട്ടാണ്, മണിയറയായിട്ടാണ് അദ്ദേഹത്തിന് സെമിത്തേരിയെ തോന്നിയത്. ക്യാരിയിങ് ദ ബൂക്കെ ദാറ്റ് ഐ ഹാഡ് ബോട്ട്, ഐ സ്ലോലി എൻറ്റേർഡ് ദ സെമിത്തേരി. ക്യാരിയിങ് ദ ബൂക്കെ ദാറ്റ് ഐ ഹാഡ് ബോട്ട്, ഞാൻ വാങ്ങിയ ബൊക്കയും ചുമന്നുകൊണ്ട്, കയ്യിലേന്തി, ഐ സ്ലോലി എൻറ്റേർഡ് ദ സെമിത്തേരി, ഞാൻ പതിയെ ആ സെമിത്തേരിയിലേക്ക് പ്രവേശിച്ചു. ഐ ഫെൽറ്റ് ഐ വാസ് സ്ലോലി സ്ലിപ്പിംഗ് അവേ ഫ്രം ദി ലാൻഡ് ഓഫ് ദി ലിവിങ് ആസ് ഐ സ്റ്റെപ്ഡ് ഇൻ ടു ദി ഫോർട്ട് ദാറ്റ് വാസ് ദി ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് റൊമാൻസ്. ഐ ഫെൽറ്റ്, എനിക്ക് തോന്നി, ഐ വാസ് സ്ലോലി സ്ലിപ്പിംഗ് അവേ ഫ്രം ദി ലാൻഡ് ഓഫ് ലിവിങ്, ഇപ്പോൾ ജീവനോടെയുള്ള ആളുകൾ, ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവനോടെയുള്ള ഭൂമിയിൽ നിന്ന് ഞാൻ പതിയെ കാലെടുത്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ വഴുതി പോവുകയാണ് എന്ന് എനിക്ക് തോന്നി. എവിടേക്കാണ് പോകുന്നത്? ഐ സ്റ്റെപ്ഡ് ഇൻ ടു ദി ഫോർട്ട് ദാറ്റ് വാസ് ദ ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് റൊമാൻസ്. ഐ സ്റ്റെപ്ഡ് ഇൻ ടു ദി ഫോർട്ട്, ഒരു കോട്ടയിലേക്കാണ് ഞാൻ കാലെടുത്ത് വെക്കാനായിട്ട് പോകുന്നത്. ദാറ്റ് വാസ് ദ ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ്, അത് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്, ഓഫ് റോമൻസ്, റോമിലെ ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കോട്ടയിലേക്കാണ് ഞാൻ കാലെടുത്ത് വെക്കുന്നതെന്ന് എനിക്ക് തോന്നി. പീപ്പിൾ കുഡ് ബി സീൻ ഫ്ലിറ്റിംഗ് ബൈ ഹിയർ ആൻഡ് ദെയർ,
ലൈക്ക് കളേർഡ് ഷാഡോസ്. പീപ്പിൾ കുഡ് ബി സീൻ, ജനങ്ങളെ കാണാമായിരുന്നു. ഫ്ലിക്റ്റിംഗ്, നടക്കുന്നതായിട്ട്, പതിയെ നടക്കുന്നതായിട്ട്. ബൈ ഹിയർ ആൻഡ് ദെയർ, ഇവിടെയും അവിടെയും. ലൈക്ക് കളേർഡ് ഷാഡോസ്, നിഴലുള്ള അല്ലെങ്കിൽ നിറമുള്ള നിഴലുകൾ പോലെ അവിടേക്ക് ഇവിടേക്ക് നടക്കുന്നതായിട്ട് കാണാമായിരുന്നു. ഈ വെറൈറ്റി ഓഫ് ഫ്ലവറിംഗ് ട്രീസ് സ്റ്റുഡ് ഗാർഡ് ഓവർ ദി ടോം സ്റ്റോൺസ്. The boughs of these trees made slow movements that reverberated as deep sighs. A variety of flowering, പലതരത്തിലുള്ള പൂമരങ്ങൾ, ഫ്ലവറിംഗ് ട്രീസ്, പൂമരങ്ങൾ, സ്റ്റുഡ് ഗാർഡ് ഓവർ ദി ടോം സ്റ്റോൺസ്, ശവകുടീരങ്ങളുടെ മുകളിലായിട്ട് മരങ്ങൾ കവർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ആ ശ്മശാനത്തിൽ. ദ ബോസ് ഓഫ് ദീസ് ട്രീസ്, ഈ മരങ്ങളുടെ കൊമ്പുകൾ അല്ലെങ്കിൽ ചില്ലകൾ, മെയ്ഡ് സ്ലോ മൂമെൻറ്റ്സ്, വളരെ പതുക്കെ അല്ലെങ്കിൽ മന്ദഗതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുന്നു. ദാറ്റ് റിവർബറേറ്റഡ്, അതുകൊണ്ട് അവ പ്രതിധ്വനിക്കുകയാണ്. ആസ് ഡീപ്പ് സൈസ്, ആ ശ്മശാനത്തിലുള്ള ആഴത്തിലുള്ള നെടുവീർപ്പുകളായിട്ട് പ്രതിധ്വനിക്കുകയാണ് ഈ മരങ്ങളുടെ മന്ദഗതിയിലുള്ള ചലനങ്ങളിൽ കൂടി. ഐ കുഡ് സീ ലോങ് സീമിംഗ്ലി എൻഡ്ലെസ് റോസ് ഓഫ് ടോം സ്റ്റോൺസ്. ഐ കുഡ് സീ ലോങ്, എനിക്ക് നീളത്തിൽ കാണാമായിരുന്നു. സീമിംഗ്ലി എൻഡ്ലെസ് റോസ് ഓഫ് ടോം സ്റ്റോൺസ്, കാഴ്ചയിൽ വളരെ നീണ്ട നിരയായി ശവകുടീരങ്ങൾ എനിക്ക് കാണാമായിരുന്നു. എബവ് ദി സ്റ്റോൺ വെയർ ക്രോസസ് like symbols that had put a final end of the lives of those who lay buried. Above the stone were crosses. അവിടെയുള്ള കല്ലിനു മുകളിൽ, കല്ലെന്ന് ഉദ്ദേശിച്ചാൽ ഇവിടെ ശവക്കല്ലറക്ക് മുകളിൽ, ക്രോസസ്, കുരിശുകൾ കാണപ്പെടുന്നു. ലൈക്ക് സിംബൽസ് ദാറ്റ് ഹാഡ് പുട്ട് എ ഫൈനൽ എൻഡ് ടു ദി ലീവ്സ് ഓഫ് ദോസ് ഹൂ ലേ ബറീഡ്. അവിടെ അടക്കം ചെയ്ത ആളുകളുടെ ജീവിതം അന്ത്യം കുറിച്ചു എന്നുള്ള ചിഹ്നം പോലെയുള്ളതായിരുന്നു ആ കുരിശ് എല്ലാ ശവക്കല്ലറക്ക് മുകളിലും കാണാമായിരുന്നു. There were simple tombstones near marble ones. Dukes and lords and ordinary workers and laborers had been buried side by side. ഇനി ആ ശ്മശാനത്തിലെ ശവക്കല്ലറകൾ. There were simple tombstones, ലളിതമായ ശവകുടീരങ്ങളും അവിടെയുണ്ട്. നിയർ മാർബിൾ വൺസ്, മാർബിൾ ശവക്കല്ലറക്ക് സമീപത്തായിട്ട് തന്നെ. അതുപോലെ തന്നെ ഡ്യൂക്സ് ആൻഡ് ലോർഡ്സ്, പ്രഭുക്കളുടെയും അതുപോലെ തന്നെ ഇടപ്രഭുക്കളുടെയും, ആൻഡ് ഓർഡിനറി വർക്കേഴ്സ്, സാധാരണക്കാരുടെയും, ആൻഡ് ലാബേഴ്സ്, തൊഴിലാളികളുടെയും, ഹാഡ് ബീൻ ബറീഡ് സൈഡ് ബൈ സൈഡ്, അടുത്തടുത്തായിട്ടാണ് അവരെ അടക്കം ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ടു എ മാർബിൾ ടോംബ്, അടുത്തത് ഒരു മാർബിൾ ശവകുടീരമാണ്. ഓൺ വിച്ച് ദ വേരിയസ് ഹോണേഴ്സ് ആൻഡ് ടൈറ്റിൽസ് ദാറ്റ് ദി ഡിസീസ്ഡ് ഹാഡ് ബീൻ അവാർഡഡ് വെയർ ലിസ്റ്റഡ് വാസ് ദി ഷാഡോ ഓഫ് ദി വുഡൻ ക്രോസ് atop the tomb of an unknown person. നെക്സ്റ്റ് ടു എ മാർബിൾ ടോംബ്, അടുത്തത് ഒരു മാർബിൾ ശവകുടീരമാണ്. ഓൺ വിച്ച് ദ വേരിയസ്, ആ ശവകുടീരത്തിൽ വിവിധ ഹോണേഴ്സ്, ബഹുമതികൾ, ആൻഡ് ടൈറ്റിൽസ്, പദവികളും എഴുതി വച്ചിട്ടുണ്ട്. ദാറ്റ് ദ ഡിസീസ്ഡ്, മരിച്ചവർക്ക്, ഹാഡ് ബീൻ അവാർഡഡ്, കിട്ടിയിട്ടുള്ള പദവികളുടെ വെയർ ലിസ്റ്റഡ്, പട്ടികയാണ് അവിടെ റെഡിയാക്കി എഴുതി വെച്ചിട്ടുള്ളത്. വാസ് ദി ഷാഡോ ഓഫ് ദി വുഡൻ ക്രോസ് എറ്റോപ്പ് ദ ടോംബ് ഓഫ് അൺനോൺ പേഴ്സൺ. ഇവിടെ ഡിസീസ്ഡ് എന്ന് പറഞ്ഞാൽ മരിച്ച ആളുകളുടെ എന്നാണ്, മരിച്ചവർക്ക്. ഹാഡ് ബീൻ അവാർഡഡ്, അവർക്ക് കിട്ടിയിട്ടുള്ള പദവികൾ. വെയർ ലിസ്റ്റഡ്, പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. വാസ് ദി ഷാഡോ, ഒരു നിഴൽ, ഓഫ് ദി വുഡൻ ക്രോസ്, ഒരു മരക്കുരിശിൻ്റെ ഒരു നിഴൽ വരികയാണ്. എറ്റോപ്പ് ദ ടോംബ് ഓഫ് അൺനോൺ പേഴ്സൺ, ഒരു അറിയപ്പെടാത്ത അജ്ഞാതനായ ഒരാളുടെ ശവകുടീരത്തിൻ്റെ മുകളിലുള്ള
മരക്കുരിശിൻ്റെ നിഴൽ ഏതിലേക്ക് വരുന്നു? ഈ മാർബിൾ ശവകുടീരത്തിലേക്ക് കടന്നു വരുന്നു. ദ ടോംബ് ഓഫ് എ വെർജിൻ മൈറ്റ് ലൈ ക്ലോസ് ടു ദാറ്റ് ഓഫ് എ ബുച്ചർ. ഇനി ഒരു അതിശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ടോംബ് ഓഫ് എ വെർജിൻ, ഒരു കന്യകയുടെ ശവകുടീരം, മൈറ്റ് ലൈ, തീർച്ചയായും അത് കിടക്കുന്നത് ക്ലോസ് ടു ദാറ്റ്, വളരെ അടുത്തായിട്ടാണ്, ഓഫ് എ ബുച്ചർ, ഒരു കശാപ്പുകാരൻ്റെ. അപ്പോൾ കശാപ്പുകാരൻ്റെ ഒരു ശവകുടീരത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഒരു കന്യകയുടെ ശവകുടീരവും അടക്കം ചെയ്തിട്ടുള്ളത്. ഓൾ ടുഗദർ ദ സെമിത്തേരി വാസ് എ സ്റ്റേജ് ഓൺ വിച്ച് ദി ലൈറ്റ് ആൻഡ് ദി ഷെയ്ഡ് പ്ലേ ഓഫ് ലൈഫ്സ് മിസ്റ്ററി വാസ് ഇനാക്റ്റഡ്. ഓൾ ടുഗദർ, മൊത്തത്തിൽ, ദ സെമിത്തേരി വാസ് എ സ്റ്റേജ്. സെമിത്തേരി എന്ന് പറയുന്നത് ഒരു വേദിയാണ്, ഒരു സ്റ്റേജാണ്. ഓൺ വിച്ച് ദ ലൈറ്റ് ആൻഡ് ദ ഷെയ്ഡ്, അവിടെ വെളിച്ചവും അതുപോലെ തന്നെ നിഴലാട്ടവും, പ്ലേ ഓഫ് ലൈവ്സ്, ജീവിതത്തിൻ്റെ തെളിച്ചവും നിഴലാട്ടവും വെളിച്ചവും, മിസ്റ്ററി വാസ് ഇനാക്റ്റഡ്, അവതരിപ്പിക്കുന്ന നിഗൂഢമായ ജീവിതത്തിൻ്റെ നിഴലാട്ടവും അതുപോലെ തന്നെ വെളിച്ചവും അവതരിപ്പിക്കുന്ന ഒരു വേദിയാണ് എവിടെ മൊത്തത്തിൽ സെമിത്തേരി എന്ന് പറയുന്നത്. ഇതാണ് ലേഖകൻ ഉദ്ദേശിക്കുന്നത്. There was always a crowd of people who come with flowers to remember the dead on the anniversary of their death. There was always, അവിടെ എല്ലായ്പ്പോഴും, എ ക്രൗഡ് ഓഫ് പീപ്പിൾ, ധാരാളം ആളുകൾ, കൂട്ടം ആളുകൾ, തിരക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. ഹൂ കംസ് വിത്ത് ഫ്ലവേഴ്സ്, അവർ പൂക്കളുമായിട്ടാണ് വരുന്നത്. ടു റിമെമ്പർ, അവർക്ക് സ്മരിക്കാനായിട്ടാണ്. ദ ഡെഡ് ഓൺ ദി ആനിവേഴ്സറി ഓഫ് ദെയർ ഡെത്ത്സ്, ചരമവാർഷിക ദിനത്തിൽ, മരിച്ചവരുടെ ചരമവാർഷിക ദിനത്തിൽ അവരെ സ്മരിക്കാനായിട്ട് പൂക്കളുമായിട്ട് വരുന്ന ആളുകളുടെ തിരക്ക് അവിടെ എപ്പോഴും ഉണ്ടായിരുന്നു. ദി സൺ അറ്റ് ദി ടോംബ് ഓഫ് ദി ഫാദർ, മകൻ അച്ഛൻ്റെ ശവകുടീരത്തിൽ. ദ ഫാദർ അറ്റ് ദി ടോംബ് ഓഫ് ദി സൺ, അച്ഛൻ മകൻ്റെ ശവകുടീരത്തിൽ. ഇങ്ങനെയാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ദ ലവർ ടു ഇറപ്റ്റ് ഇൻ സൈൻസ് ഓവർ ദി മെമ്മറീസ് ഓഫ് ഹിസ് ലവ്. ദ ലവർ, കാമുകൻ, അവൻ, ദി ലവർ, കാമുകൻ, ടു ഇറപ്റ്റ്, പൊട്ടിത്തെറിക്കാൻ, ഇൻ സൈൻസ് ഓവർ, അല്ലെങ്കിൽ ദീർഘനിശ്വാസം വിട്ടുകൊണ്ട്, ദ മെമ്മറീസ് ഓഫ് ഹിസ് ലവ്, അവരുടെ സ്നേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് കാമുകന്മാർ വരുന്നു. ദ ഗേൾ ടു ഓഫർ, പെൺകുട്ടി അർപ്പിക്കുന്നു, ടിയർഫുൾ ട്രിബ്യൂട്ട്സ്, കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ, ടു ഹർ ബിലൗഡ്, അവരുടെ കാമുകന്. ദി വൈഫ് വിത്ത് എ ബൂക്കെ ഓഫ് ലവ് ഫോർ ദി ഡെഡ് ഹസ്ബൻഡ്, ഭാര്യ വളരെ സ്നേഹത്തോടെ ബൊക്കയുമായിട്ട് അവരുടെ പ്രിയപ്പെട്ട ഹസ്ബൻഡിൻ്റെ അടുത്ത്, മരണപ്പെട്ടു പോയ ഹസ്ബൻഡിൻ്റെ അടുത്ത് വരുന്നു. ദ ഏജ്ഡ് ഹസ്ബൻഡ്, പ്രായം ചെന്ന ഭർത്താവ്, ഓഫറിങ് ഹിസ് ഹാർട്ട്, അദ്ദേഹത്തിൻ്റെ ഹൃദയം സമർപ്പിക്കുന്നു, അറ്റ് ദ ടോംബ് ഓഫ് ഹിസ് ലോങ് ഡെഡ് ബിലൗഡ്, തൻ്റെ പ്രിയതമ, വളരെ കാലം മുമ്പേ മരണപ്പെട്ടു പോയ തൻ്റെ പ്രിയതമക്ക് മുന്നിൽ അർപ്പിക്കുന്നു. യെസ്, സെമിത്തേരീസ് കുഡ് ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദി സൈലൻറ്റ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ഇമോഷൻസ്. യെസ്, സെമിത്തേരികൾ എന്ന് പറഞ്ഞാൽ കുഡ് ബി ഡിസ്ക്രൈബ്ഡ്, അതിനെ വിശേഷിപ്പിക്കുന്നത് ആസ് ദ സൈലൻറ്റ് ബാറ്റിൽ ഫീൽഡ്, നിശബ്ദ യുദ്ധക്കളത്തോടാണ്, ഓഫ് ഇമോഷൻസ്, വികാരങ്ങളുടെ നിശബ്ദ യുദ്ധക്കളമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് സെമിത്തേരികളെ. I was standing under the shade of a poplar tree, a mute observer. I was standing under the shade of a poplar tree. ഞാനൊരു പൈൻ മരത്തിൻ്റെ തണലിൽ നിൽക്കുകയാണ്. എ മ്യൂട്ട് ഒബ്സർവർ, ഒരു നിശബ്ദ നിരീക്ഷകനായി. ദ ബൊക്കെ വാസ് സ്റ്റിൽ ഇൻ മൈ ഹാൻഡ്, ബൊക്കെ ഇപ്പോഴും എൻ്റെ കൈവശം ഉണ്ട്. ഐ വാസ് നോട്ട് ഏബിൾ ടു ഡിസൈഡ് വെയർ ടു പ്ലേസ് ഇറ്റ്, എനിക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല
ഐ വാസ് നോട്ട് ഏബിൾ ടു ഡിസൈഡ്, എനിക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല. വെയർ ടു പ്ലേസ് ഇറ്റ്, ഇത് എവിടെ വെക്കും, ഏത് ശവക്കലറിൽ വെക്കും എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. ഇറ്റ് വാസ് ദെൻ ദാറ്റ് ഐ സോ ആൻ ഓൾഡ് ലേഡി വിത്ത് എ ഹ്യൂജ് ബുക്കെ ക്രാഡിൽഡ് ഇൻ ഹെർ ആംസ്. ഇറ്റ് വാസ് ദെൻ ദാറ്റ് ഐ സോ, ഈ സമയത്ത് ഞാൻ കണ്ടു, ആൻ ഓൾഡ് ലേഡി, പ്രായമായ ഒരു സ്ത്രീ, വിത്ത് എ ഹ്യൂജ് ബുക്കെ, ഒരു വലിയ ബൊക്കയുമായിട്ട്, ക്രാഡിൽഡ്, അത് ആട്ടിക്കൊണ്ട്, ഇൻ ഹെർ ആംസ്, അവരുടെ കൈകളിൽ, തൊട്ടിലാടുന്ന പോലെ ആ കയ്യിലിങ്ങനെ അത് ആട്ടിക്കൊണ്ട് അതിങ്ങനെ അദ്ദേഹം കടന്നു വരികയാണ്. ആൻ ഓൾഡ് മാൻ, ഒരു പ്രായമായ മനുഷ്യൻ, വിത്ത് എ വാക്കിംഗ് സ്റ്റിക്ക്, ഒരു വടി കുത്തിപ്പിടിച്ചുകൊണ്ട്, ഫോളോഡ് ഹർ, ആ വൃദ്ധയായ സ്ത്രീയെ പിന്തുടരുകയും ചെയ്യുന്നു. ദേ കെയിം ടുവേർഡ്സ് ദി ട്രീസ്, അവർ ഞാൻ നിൽക്കുന്ന മരത്തിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. കെയിം, വന്നു. ഐ കുഡ് ദെൻ സീ ദാറ്റ് ദ ഓൾഡ് മാൻ വാസ് ക്യാരിയിങ് എ ന്യൂ ടോയ്, ആൻ എറോപ്ലെയിൻ ഓഫ് സിൽവറി വൈറ്റ് കളർ. ഐ കുഡ് ദെൻ സീ, എനിക്ക് കാണാമായിരുന്നു, ദാറ്റ് ദ ഓൾഡ് മാൻ വാസ് ക്യാരിയിങ്, ആ പ്രായമായ മനുഷ്യൻ്റെ, അവൻ ചുമന്നുകൊണ്ടാണ് വരുന്നത്, എ ന്യൂ ടോയ്, ഒരു പുതിയ പാവ, ആൻ എറോപ്ലെയിൻ, ഒരു എറോപ്ലെയിൻ്റെ കളിപ്പാട്ടം അദ്ദേഹം ചുമന്നു വരുന്നത്, കൊണ്ടുവരുന്നത് ഞാൻ കാണാമായിരുന്നു. ഓഫ് സിൽവറി വൈറ്റ് കളർ, സിൽവറി വൈറ്റ് കളറാണ് ആ എറോപ്ലെയിൻ്റെ കളർ. ദേ സ്റ്റോപ്പ്ഡ് അറ്റ് എ സ്മോൾ ഗ്രേവ്, അവർ ഒരു ചെറിയ കുഴിമാടത്തിൻ്റെ അടുത്ത് നിന്നു. ഫ്ലവറിങ് ക്രീപ്പേഴ്സ് ഗ്രൂ ബിസൈഡ് ഇറ്റ്. ഫ്ലവറിങ് ക്രീപ്പേഴ്സ്, പൂക്കളുള്ള വള്ളിച്ചെടികൾ, പൂത്ത വള്ളിച്ചെടികൾ, ഗ്രൂ ബിസൈഡ് ഇറ്റ്, ആ കുഴിമാടത്തിൻ്റെ അരികിൽ വളർന്നിട്ടുണ്ട്. ദ ഓൾഡ് ലേഡി പ്ലേസ്ഡ് ദ ബൂക്കെ ടു വൺ സൈഡ് ആൻഡ് ക്ലീൻഡ് ദ ടോംബ് സ്റ്റോൺ. ദ ഓൾഡ് ലേഡി, ആ പ്രായമായ സ്ത്രീ, പ്ലേസ്ഡ് ദ ബൂക്കെ, ആ ബൂക്കെ അവിടെ വെച്ചു, ഓൺ വൺ സൈഡ് ഓഫ് ദി, ആ ശവകുടീരത്തിൻ്റെ ഒരു സൈഡിൽ. ക്ലീൻഡ് ദ ടോംബ് സ്റ്റോൺ, എന്നിട്ട് ആ ശവകുടീരം മൊത്തത്തിൽ അവർ ക്ലീൻ ചെയ്തു. ദ ഓൾഡ് മാൻ പിക്ക്ഡ് അപ്പ് ഓൾ ദി ഡ്രൈ ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ് ലൈയിങ് അറൗണ്ട് ആൻഡ് ത്രൂ ദം എവേ. ഈ സമയത്ത് ദ ഓൾഡ് മാൻ, പ്രായമായ മനുഷ്യൻ, പിക്ക്ഡ് അപ്പ് ഓൾ ദി ഡ്രൈ ഫ്ലവേഴ്സ്, ഉണങ്ങിയ എല്ലാ പൂക്കളും അവർ പെറുക്കി എറിഞ്ഞു. ആൻഡ് ലീവ്സ്, ഉണങ്ങിയ ഇലകളും, ലൈയിങ് അറൗണ്ട്, അവിടെ കിടക്കുന്ന, ചുറ്റുഭാഗത്തും കിടന്നിരുന്ന, ത്രൂ അവേ ഫ്രം, അതിൻ്റെ ചുറ്റുഭാഗത്തേക്കും അവർ എറിഞ്ഞു കളഞ്ഞു, ഒഴിവാക്കി. ദെൻ ദ ഓൾഡ് മാൻ പ്ലേസ്ഡ് ദ ബൂക്കെ, എന്നതിന് ശേഷം ഓൾഡ് വുമൺ, പ്രായമായ സ്ത്രീ, അവരുടെ കയ്യിലുണ്ടായത് ബൊക്കെ, അത് വെച്ചു. അറ്റ് ദ ഹെഡ് ഓഫ് ദി ടോംബ്, ഈ ശവകുടീരത്തിൻ്റെ തലഭാഗത്ത് ആണ് വെച്ചിട്ടുള്ളത്. ആൻഡ് റാൻ ഹെർ ഹാൻഡ് ഓവർ ഇറ്റ്, എന്നിട്ട് ആ തലഭാഗത്ത് അവരെ കൈകൊണ്ട് ഇങ്ങനെ തലോടി. ആസ് ഇഫ് ഷീ വെയർ അഫെക്ഷനേറ്റ്ലി പാറ്റിംഗ് എ സ്മോൾ ബോയ്. ആസ് ഇഫ് ഷീ വെയർ അഫെക്ഷനേറ്റ്ലി, വളരെ വാത്സല്യത്തോടെയാണ് അവർ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാറ്റിംഗ് എ സ്മോൾ ബോയ്, ഒരു ചെറിയ കുട്ടിയെ തലയോടുന്നത് പോലെ ആണ് അവർ ആ തലയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദ ഓൾഡ് മാൻ wound up the toy plane and placed it on the ground where it began to run around, making quite a din. The old man wound up. ആ സമയത്ത് ആ പ്രായമായ മനുഷ്യൻ അവൻ മുറിച്ചെടുക്കുകയാണ്. ദ ടോയ് പ്ലെയിൻ, ആ എയറോപ്ലെയിൻ എൻ്റെ കളിപ്പാട്ടത്തിൻ്റെ ആ കവർ മുറിച്ച് മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അത് മുറിച്ചുകൊണ്ട്, ആൻഡ് ദ പ്ലേസ്ഡ് ഇറ്റ്, അത് അവിടെ ശവകുടീരത്തിൻ്റെ മുകളിൽ വെച്ചു. ഓൺ ദി ഗ്രൗണ്ട്, ആ ശവകുടീരത്തിൻ്റെ ടോപ്പിൽ വെച്ചു. വേർ ഇറ്റ് ബിഗാൻ ടു റൺ അറൗണ്ട്, ആ സമയത്ത് ആ എയറോപ്ലെയിൻ അത് ചുറ്റും ഓടാനായിട്ട് തുടങ്ങി. മേക്കിംഗ് ക്വൈറ്റ് എ ഡിൻ, വളരെ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ആ ശവകുടീരത്തിൻ്റെ മുകളിൽ പ്ലെയിനായ ആ പ്രതലത്തിൽ അദ്ദേഹം ഓണാക്കി വെച്ചിട്ടുള്ള ഈ എയറോപ്ലെയിൻ ഓടാൻ തുടങ്ങി. ദി ഓൾഡ് മാൻ ഗേവ് എ സാറ്റിസ്ഫൈഡ് സ്മൈൽ, ഗോട്ട് അപ്പ് ആൻഡ് പ്ലേസ്ഡ് ദ ടോയ് among the flowering creepers. The old man gave a satisfied smile. വളരെ
സംതൃപ്തമായ ഒരു പുഞ്ചിരി ആ പ്രായമായ മനുഷ്യൻ നൽകിക്കൊണ്ട് ഗോട്ട് അപ്പ് എഴുന്നേറ്റു. ഗോട്ട് അപ്പ് ആൻഡ് പ്ലേസ്ഡ് എന്നിട്ട് എഴുന്നേറ്റുകൊണ്ട് അദ്ദേഹം അത് വെച്ചു. ദ ടോയ് ആ എറോപ്ലെയിൻ എമംഗ് ദി ഫ്ലവറിങ് ക്രീപ്പേഴ്സ് ആ പൂക്കളുള്ള വള്ളിച്ചെടികൾക്ക് ഇടയിലേക്ക് ആ ടോയ് അദ്ദേഹത്തിന് കൈവശം ഉണ്ടായിരുന്ന ആ എറോപ്ലെയിൻ ടോയ് അത് അവിടെ സൂക്ഷിച്ചു വെച്ചു. ചിക്കോ ബോണോ നോട്ടയർ ഹി ബേഡ് ചിക്കോ അദ്ദേഹം ചിക്കോയോട് പറഞ്ഞു. ചിക്കോ എന്നാണ് ആ മരിച്ചു കിടക്കുന്ന കുട്ടിയുടെ പേര്. ഗുഡ് നൈറ്റ് ശുഭരാത്രി. ദ ലേഡി ഓൾസോ ഗോട്ട് അപ്പ് ആ സമയത്ത് പ്രായമായ സ്ത്രീയും എഴുന്നേറ്റു. ആൻഡ് ബെയ്ഡ് ചിക്കോ ഗുഡ് നൈറ്റ് അവരും ചിക്കോയോട് ഗുഡ് നൈറ്റ് പറഞ്ഞു. ദ ഓൾഡ് കപ്പിൾ വെൻറ്റ് അവേ പ്രായമായ ആ ദമ്പതികൾ അവിടെ നിന്നും നടന്നകന്നു, പോയി മറഞ്ഞു. ഫ്രം ദെയർ വിത്തൗട്ട് ഹാവിങ് ഷെഡ് എനി ടിയേഴ്സ് അവർ ഒരു കണ്ണുനീരും പൊഴിക്കാതെ. വിത്തൗട്ട് ഹാവിങ് ഷെഡ് എനി ടിയേഴ്സ് ഒരു കണ്ണുനീരും പൊഴിക്കാതെ, കരയാതെ അവർ അവിടെ നിന്നും നടന്നകന്നു. ഓർ മെയ്ഡ് എനി സീൻ അതുപോലെ തന്നെ ഒരു രംഗവും അവർ ഉണ്ടാക്കിയിട്ടില്ല. ഒരു പ്രശ്നവും കോലാഹലവും ഒന്നും ഉണ്ടാക്കാതെ അവർ രണ്ടുപേരും അവിടെ നിന്ന് നടന്ന് അകന്നു. ആഫ്റ്റർ ദേ ഡിസപ്പിയേർഡ് ഫ്രം വ്യൂ I slowly approached the grave and read what was etched there. After they disappeared ആ ദമ്പതികൾ മറഞ്ഞതിന് ശേഷം പോയതിന് ശേഷം ഫ്രം വ്യൂ കാഴ്ചയിൽ നിന്ന് മറഞ്ഞതിന് ശേഷം ഐ സ്ലോലി അപ്രോച്ച്ഡ് ഞാൻ പതുക്കെ നടന്നടുത്തു ദ ഗ്രേവ് ആ ശവക്കലറയുടെ അടുത്ത്. ആൻഡ് റീഡ് എന്നിട്ട് വായിച്ചു നോക്കി വാട്ട് വാസ് എച്ച്ഡ് ദെയർ അവിടെ എന്താണ് കൊത്തിവെച്ചത് എന്നുള്ളത് വായിച്ചു നോക്കി. ചിക്കോ പിസാനി ഒരു കുട്ടിയുടെ പേരാണ്. ബോൺ 1906 1906 ജനിച്ച കുട്ടിയാണ്. ഡെത്ത് 1915 9ാമത്തെ വയസ്സിൽ അവൻ്റെ 9ാമത്തെ വയസ്സിൽ അവൻ മരിക്കുകയും ചെയ്തു. 1906 ജനിക്കുകയും 1915 മരിക്കുകയും ചെയ്തു. So the old couple was coming to see the bedroom of their son who had died 35 years ago. ചിക്കോ പിസാനി ആണ് കുട്ടിയുടെ പേര്. ബോൺ 1906 ഡെത്ത് 1915. സോ ദി ഓൾഡ് കപ്പിൾ വാസ് കമ്മിങ് ആ പ്രായമായിട്ടുള്ള ആ കപ്പിൾസ് ദമ്പതികൾ വരുന്നത് ടു സീ ദ ബെഡ്റൂം ഓഫ് ദെയർ സൺ അവരുടെ മകൻ്റെ ബെഡ്റൂമിൽ ആ കുട്ടിയെ കാണാനാണ് അവർ വരുന്നത്. ഹൂ ഹാഡ് ഡൈഡ് ആ ബെഡ്റൂമിൽ കിടക്കുന്ന കുട്ടി മരിച്ചത് 35 years ago 35 വർഷം മുമ്പ് ആ കുട്ടി മരിച്ചിട്ടുണ്ട്. ദേ മൈറ്റ് ബി ലെഡ് ബൈ ദി ബിലീഫ് ദാറ്റ് ദെയർ 9 years old son വാസ് ലൈയിങ് എസ്ലീപ്പ് ദെയർ. ദേ മൈറ്റ് ബി ലെഡ് ബൈ ദി ബിലീഫ് അവർക്ക് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായേക്കാം. എന്താണ് ആ വിശ്വാസം? ദാറ്റ് ദെയർ 9 years old son വാസ് ലൈയിങ് അസ്ലീപ്പ് ദെയർ അവരുടെ 9 വർഷം വയസ്സ് പ്രായമുള്ള സൺ മകൻ വാസ് ലൈയിങ് അസ്ലീപ്പ് ദെയർ അവിടെ ഉറങ്ങിക്കിടക്കുകയാണ് എന്ന് അവർക്ക് ഇങ്ങനെ വിശ്വാസം അവർക്ക് ഉണ്ടായേക്കാം. ദേ ഡിഡ് നോട്ട് സീം ടു റിയലൈസ് that if their son were alive he would have been a middle-aged man of 44 years. They did not seem to realize അവർ തിരിച്ചറിഞ്ഞതായി തോന്നുന്നില്ല, അവർക്ക് തിരിച്ചറിവുള്ളതായിട്ട് തോന്നുന്നില്ല. ദാറ്റ് എന്തെന്നാൽ ഈഫ് their son അവരുടെ മകൻ വേർ അലൈവ് ജീവിച്ചിരുന്നുണ്ടായിരുന്നെങ്കിൽ he would have been a middle-aged ഒരു മധ്യവയസ്കനായ ഒരു യുവാവായിരിക്കും. മാൻ ആയിരിക്കും അവൻ ഓഫ് 44 years 44 വയസ്സുള്ള ഒരു മധ്യവയസ്കനായ ഒരു യുവാവായിരിക്കും അവൻ എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഫോർ ദം അവർക്ക് ചിക്കോ വുഡ് ഓൾവേസ് ബി എ സ്മോൾ ബോയ്. ചിക്കോ എന്ന് പറഞ്ഞ കുട്ടി അവർക്ക് എന്നും എന്താണ് ഒരു ചെറിയ കുട്ടിയാണ്. ക്രേസി അബൌട്ട് ന്യൂസ് ടോയ്സ് അവന് പുതിയ കളിപ്പാട്ടങ്ങൾ വളരെ ഭ്രാന്തമാണ്, അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സിലെന്നും ഉള്ളത് അതാണ്.
I placed my bouquet at the tomb that had immortalized Chico's childhood. I placed my bouquet, എൻ്റെ ബൊക്കെ ഞാൻ വെച്ചു, അറ്റ് ദി ടോംബ് ദാറ്റ്, ആ ശവകുടീരത്തിൽ, ഹാഡ് ഇമ്മോർട്ടലൈസ്ഡ്, അത് അനശ്വരമാക്കിയ ഒരു ശവകുടീരമാണ്, ചിക്കോസ് ചൈൽഡ്ഹുഡ്, ചിക്കോയുടെ ബാല്യകാലം, കുട്ടിക്കാലം അനശ്വരമാക്കിയ ഒരു ശവക്കല്ലറയാണ്. അവിടെയാണ് ഞാൻ എൻ്റെ ബൊക്കെ സമർപ്പിച്ചത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 9 വയസ്സുള്ള കുഞ്ഞ് 35 വർഷത്തിന് മുമ്പ് മരിക്കുന്നു. അതിന് ശേഷവും അവരുടെ അച്ഛനമ്മമാർ ആ കുട്ടി ഇപ്പോഴും ഉറങ്ങുകയാണ് എന്നുള്ള വിശ്വാസത്തിൽ ഇമ്മോർട്ടലൈസ്ഡ്, അനശ്വരമാക്കിക്കൊണ്ട് ഇപ്പോഴും അവർ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മരണം മറ്റൊരു ലോകത്തേക്ക് നമ്മളെ അനശ്വരമാക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ ഗിഫ്റ്റ് എന്ന എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഈ കഥയിൽ കൂടി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ സമ്മറിയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, സമ്മറി നോക്കാം. ദ ഗിഫ്റ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി റിട്ടൺ ബൈ എസ്.കെ. പൊറ്റക്കാട്. ഗിഫ്റ്റ് എന്ന മനോഹരമായിട്ടുള്ള കഥ എഴുതിയിട്ടുള്ളത് എസ്.കെ. പൊറ്റക്കാടാണ്. ഇൻ ദി സ്റ്റോറി, ഈ കഥയിൽ പൊറ്റക്കാട് നറേറ്റ്സ്, പൊറ്റക്കാട് വിവരിക്കുന്നു ഹിസ് എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അറ്റ് എ റോമൻ സെമിത്തേരിയിലെ അനുഭവങ്ങളാണ് അദ്ദേഹം വിവരിക്കുന്നത്. വൺസ് ദ നറേറ്റർ വാസ് ഇൻ റോം, ഒരിക്കൽ ഈ നമ്മുടെ കഥാകൃത്ത് എഴുത്തുകാരൻ റോമിലായിരുന്നു. ഹി വിസ് ടു വിസിറ്റ് ദ ടോംബ് ഓഫ് ദി ഫേമസ് ഇംഗ്ലീഷ് പോയറ്റ് ഷെല്ലി. ഇംഗ്ലീഷ് കവിയായ ഷെല്ലിയുടെ, പ്രസിദ്ധനായ ഇംഗ്ലീഷ് പോയറ്റായ ഷെല്ലിയുടെ ശവകുടീരം സന്ദർശിക്കാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു. സോ ഇൻ ദ ഈവനിങ്, അങ്ങനെ വൈകുന്നേരം, ഹി കോട്ട് എ ബസ്, ഒരു ബസ്സിൽ കയറിക്കൊണ്ട്, ആൻഡ് വെൻറ്റ് ടു ദ നിയർ ബൈ സെമിത്തേരി, തൊട്ടടുത്തുള്ള സെമിത്തേരിയിലേക്ക് പോയി. ഹി ഓൾസോ ബോട്ട് എ ബുക്കെ ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ ഒരു ബൊക്ക, പൂവിൻ്റെ ഒരു ബൊക്ക അദ്ദേഹം വാങ്ങിക്കുകയും, ടു പ്ലേസ് അറ്റ് ദ ടോംബ്, അദ്ദേഹം ആ ശവകുടീരത്തിൽ അത് വെക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്തു. ഓൺലി അറ്റ് ദ എൻട്രൻസ് ഓഫ് ദി സെമിത്തേരിയുടെ അടുത്ത് എത്തിയ സമയത്ത്, സെമിത്തേരിയുടെ എൻട്രൻസ്, കവാടത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ, ഹി കെയിം ടു നോ, അദ്ദേഹത്തിന് കഴിഞ്ഞു, ദാറ്റ് ഹി വാസ് ദ റോങ് പ്ലേസ്, അദ്ദേഹം തെറ്റായ സെമിത്തേരിയിലാണ്, യഥാർത്ഥ സ്ഥലത്തല്ല അദ്ദേഹം എത്തിയത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ബട്ട് ഇറ്റ് വാസ് സോ ലേറ്റ്, പക്ഷേ അധികം വൈകിയിരുന്നു. ദാറ്റ് ഹി കുഡ് നോട്ട് റീച്ച് ദ പ്രൊട്ടസ്റ്റൻറ്റ് സെമിത്തേരി, അവിടെയാണ് ശരിക്കും ഷെല്ലിയുടെ ശവകുടീരം, പ്രൊട്ടസ്റ്റൻ്റ് സെമിത്തേരിയിലാണ്. അവിടെ എത്തുക വളരെ പ്രയാസവുമാണ്, കഴിയുകയുമില്ല. ഇൻ ടൈം, സമയത്തിന്. ഹീ ഗോട്ട് ഡിസപ്പോയിൻറ്റഡ്, അദ്ദേഹം വളരെ നിരാശനായി. അറ്റ് ലാസ്റ്റ് ദ നറേറ്റർ ഡിസൈഡഡ് ടു ഗോ ഇൻ, അവസാനം അദ്ദേഹം എത്തിയ അതേ ശ്മശാനത്തിൽ അദ്ദേഹം കയറാൻ തീരുമാനിച്ചു. ദി സെമിത്തേരി അട്രാക്റ്റഡ് ഹിം, ഈ സെമിത്തേരി അദ്ദേഹത്തെ ആകർഷിച്ചു. ഹീ സോ ദ ടോംസ് ഓഫ് ദി റിച്ച് ആൻഡ് ദ പുവർ ആൻഡ് ദി വെർജിൻ ആൻഡ് ദി ബുച്ചർ ലൈ ടുഗദർ. അദ്ദേഹം കണ്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശവകുടീരങ്ങൾ ഓഫ് റിച്ച്, പണക്കാരുടെ ശവകുടീരവും, ആൻഡ് ദി പുവർ, പാവപ്പെട്ടവരുടെയും, ആൻഡ് ദ വെർജിൻ, കന്യകയുടെയും, ആൻഡ് ദ ബുച്ചർ, കശാപ്പുകാരൻ്റെയും, ലൈ ടുഗദർ, ഒരേപോലെ അടുത്തടുത്തായി കിടക്കുന്നു. ഡെത്ത് ലെവൽസ് എവറിത്തിങ്, എല്ലാവരെയും മരണം കിടത്തിയിരിക്കുകയാണ്, ഒരുമിച്ച് കിടത്തിയിരിക്കുകയാണ്. There were so many people who came with flowers to remember the dead on the anniversary of their death. There were so many people, ഇവിടെ ധാരാളം ആളുകൾ, who came, അവർ വരുന്നു, with flowers, പൂക്കളുമായിട്ടാണ് അവർ വരുന്നത്, to remember the dead on the anniversary of their deaths, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള ആളുകളുടെ ആനിവേഴ്സറി, വാർഷികത്തിൽ അവരുടെ മരണം ഓർക്കുന്നതിന് വേണ്ടിയാണ് അവർ വന്നിട്ടുള്ളത്. സെമിത്തേരീസ് കുഡ് ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദ സൈലൻറ്റ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ഇമോഷൻസ്. ഈ സെമിത്തേരിയെ വിവരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എഴുത്തുകാരൻ അത് സൈലൻറ്റ് ബാറ്റിൽ ഫീൽഡ് ഓഫ് ഇമോഷൻസ്, വികാരങ്ങളുടെ നിശബ്ദ യുദ്ധക്കളമായിട്ടാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. ദ നറേറ്റർ ഒബ്സർവ് ചെയ്തു, നിരീക്ഷിച്ചു. ആൻ ഓൾഡ് കപ്പിൾ, പ്രായമായിട്ടുള്ള ദമ്പതികൾ, ദേ കെയിം ടു ടോംബ് ഓഫ് ദെയർ സൺ,
അവർ വന്നിട്ടുള്ളത് അവരുടെ മകൻ്റെ ശവക്കല്ലറയിലേക്കാണ്. ദേ ബിക്കെയിം ഇമോഷണൽ, അവർ വളരെ വികാരഭരിതരാണ്. ദേ ക്ലീൻഡ് ദെയർ ആൻഡ് ഈവൻ പുട്ടി എ ടോയ് ദെയർ, അവരുടെ ആ ശവക്കല്ലറ വൃത്തിയാക്കിയിട്ട് അവിടെ ഒരു ടോയ് വെച്ചു. ദെയർ സൺ പാസ്ഡ് അവേ, അവരുടെ മകൻ മരിച്ചുപോയത് അറ്റ് ദ ഏജ് ഓഫ് 9, 9 വയസ്സിലാണ്. ഈഫ് ഹീ വെയർ അലൈവ്, ഇപ്പോൾ അവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എങ്കിൽ ഹീ വുഡ് ബി 44 നൗ, ഇപ്പോൾ അവന് 44 വയസ്സ് ഉണ്ടായിരിക്കും. ബട്ട് ഫോർ ഹിസ് പാരൻസ്, പക്ഷേ അവരുടെ രക്ഷിതാവിന് ഹീ വുഡ് ഓൾവേസ് ബി എ സ്മോൾ ബോയ്, അവൻ ഇപ്പോഴും ചെറിയ കുട്ടി തന്നെയാണ്. ആഫ്റ്റർ ദി ഓൾഡ് കപ്പിൾ ഹാഡ് ലെഫ്റ്റ്, ആ പ്രായമായ ദമ്പതികൾ അവിടുന്ന് പോയി മറഞ്ഞതിന് ശേഷം ദ നറേറ്റർ പ്ലേസ്ഡ് ഹിസ് ബൊക്കെ അറ്റ് ദ ടോംബ്, എഴുത്തുകാരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബൊക്കെ ആ ശവകുടീരത്തിൽ വെച്ചു. ഇതാണ് ഈ രണ്ടാമത്തെ ദ ഗിഫ്റ്റ് എന്ന SK പൊറ്റക്കാടിൻ്റെ സ്റ്റോറി. ഇതിവിടെ പൂർണ്ണമാകുന്നു. ഓക്കെ, താങ്ക് യു.